എന്തായിരിക്കാം വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം? പല ആളുകളും പലതും പറയുന്നുണ്ട്. അനധികൃതമായ റിസോർട്ടുകൾ, ക്വാറി, ഇങ്ങനെ പല കാരണങ്ങൾ പറയുമ്പോൾ ഇന്ന് ജിയോളജിക്കൽ സർവേ പറഞ്ഞിരിക്കുന്നത് കനത്ത മഴയാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. ഈ വയനാടിൻ്റെ ഭൂപ്രകൃതിയും ചരിവും മണ്ണിൻ്റെ ഘടനയുമൊക്കെ ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടിയെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ പ്രേരക ശക്തി കനത്ത മഴ തന്നെയാണെന്ന ദുരന്തത്തിന് പിന്നാലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട്. പ്രദേശത്ത് നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. അപകടമുണ്ടായ പ്രദേശത്ത് 2018 മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. 2019 പുത്തുമലയിലേതുൾപ്പെടെ വെള്ളരിമലയിലും ചൂരൽമലയിലുമൊക്കെയായി ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. ജൂലൈ 3-ാം വാരം മുതൽ ഈ മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദുരന്തമുണ്ടാകുന്നതിന് മുമ്പുള്ള 24 മണിക്കൂറിൽ പുത്തുമലയിൽ പെയ്തിറങ്ങിയത് 372.6 മില്ലിമീറ്റർ മഴ. തെറ്റമലയിൽ 409 മില്ലിമീറ്റർ മഴയും. സമീപ പ്രദേശങ്ങളിലെല്ലാം മഴ കനത്തു. തുടർച്ചയായി മഴ പെയ്ത് നനഞ്ഞു കുതിർന്ന് കിടന്ന പ്രദേശത്ത് അധികമായി കനത്ത മഴ പെയ്തിറങ്ങിയപ്പോൾ മർദ്ദം താങ്ങാനായില്ല. അതാണ് ഉരുൾപൊട്ടലിനിടയാക്കിയതെന്നാണ് GSIയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഉരുൾപൊട്ടലിനെ തുടർന്ന് പാറക്കല്ലുകളും മണ്ണും ചെളിയും വെള്ളവും 7 കിലോമീറ്റർ ദൂരത്തോളം ഒഴുകി. ദ്രുതഗതിയിൽ അവശിഷ്ടങ്ങൾ ഒഴുകിയ കുത്തൊഴുക്കിൽ പുന്നപ്പുഴയുടെ ഗതി മാറി. അങ്ങനെ മുണ്ടക്കയിലും ചൂരൽമലയിലും ദുരന്തം പെയ്തിറങ്ങി. ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രത്തിൽ 25 മുതൽ 40 ഡിഗ്രി വരെ ചരിവ്. 5 മീറ്റർ വരെയാണ് മേൽമണ്ണിന്റെ കനം. കനത്ത മഴയും ചരിവും ഉരുൾപൊട്ടാനും ആഘാതം കൂട്ടാനും കാരണമായി. 2015-16 കാലഘട്ടത്തിൽ ഈ മേഖലയിൽ GSI പഠനം നടത്തിയിട്ടുണ്ട്. അന്ന് ചൂരൽമല, മുണ്ടക്കൈ, വെള്ളരിമല, അട്ടമല ഭാഗങ്ങൾ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങളായി കണ്ടെത്തിയിരുന്നു. ദുരന്ത മേഖലയിൽ GSI വിശദമായ പഠനം നടത്തും. പഠനത്തിനു ശേഷം അന്തിമ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. ആ റിപ്പോർട്ടിൽ ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കാം. വയനാട്ടിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പുതിയതല്ല. 2018 ശേഷം 200ഓളം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും നടന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിതീവ്ര മഴയും ചരിവുള്ള ഭൂമിയുടെ രൂപമാറ്റവുമാണ് പ്രത്യക്ഷത്തിൽ തെളിയുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അത് ശരിവയ്ക്കുന്നുണ്ട്. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. അജി കരുനാഗപ്പള്ളി ചോദിക്കുന്നു, 24 പിരിക്കുന്ന പൈസ ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത്? വ്യവസായ ഓഡിറ്റേഴ്സ് തന്നെ ഉണ്ടാകും. ഫുൾ കണക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമോ? തീർച്ചയായിട്ടും വെബ്സൈറ്റിൽ ഞാൻ രാവിലെ തന്നെ മോർണിംഗ് ഷോയിൽ പറഞ്ഞിരുന്നു. 100% അബ്സല്യൂട്ട് ഗ്യാരണ്ടി ഇക്കാര്യത്തിലുണ്ട്. നമ്മൾ ആരാണ് പണം തന്നത്, എത്രയാണ് തന്നത്, എങ്ങനെയാണത് ചെലവഴിക്കുന്നത്, അതും പ്രേക്ഷകരുടെ അഭിപ്രായം തേടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം സുതാര്യമായി നടക്കും. ഇതിന് കൂടാതെ നമ്മൾ ഓഡിറ്റിന് വിധേയമാക്കും. ആ ഓഡിറ്റ് റിപ്പോർട്ടും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അത്രയും കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും ഇത്. എനിക്കറിയാം നിങ്ങൾ അധ്വാനിക്കുന്ന ഒരു പൈസ പോലും പാഴായി പോകാതിരിക്കാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയും ഈ കാര്യത്തിൽ ഉണ്ടാകും. വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്കുണ്ടായ കഷ്ടപ്പാടുകൾ, യാതനകൾ, ക്ലേശങ്ങൾ, അവിടെ കണ്ണീരൊപ്പാൻ കിട്ടുന്ന നമ്മുടെ ഈ അവസരം നമ്മൾ ഒരിക്കലും മറ്റു വഴികളൊക്കെ തേടി അത് കളഞ്ഞു കുളിക്കില്ല. ഏറ്റവും സുതാര്യമായ രീതിയിലായിരിക്കും ഇത് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും 24 കണക്റ്റും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ ആപ്പ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പ്രോജക്റ്റാണ് ഇതിലുള്ളത്. ഇതിൻ്റെ പണം സ്വരൂപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെബ്സൈറ്റിലും അതുപോലെ ചാനലിലും ഒക്കെ കാണിച്ചു തരാം. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ക്രൗഡ് ഫണ്ടിങ്ങിന് നമ്മൾ ചെറിയ പൈസയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലിടാം. നിങ്ങൾ 10 രൂപ ഇട്ടാലും 100 രൂപ ഇട്ടാലും 1000 ഇട്ടാലും ഒക്കെ കുഴപ്പമില്ല. അങ്ങനെയാണ്. മാത്രമല്ല ആരെയും സമ്മർദ്ദപ്പെടുത്തില്ല. പക്ഷേ ചില ആളുകൾക്ക് അവരുടെ പേരുകൾ പുറത്തു വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ചാനലിൽ എഴുതി കാണിക്കാൻ പ്രയാസമുണ്ട്. അങ്ങനെ താല്പര്യമില്ലാത്ത ആളുകളുടെ പേരുകൾ നമ്മൾ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന രീതിയിൽ നമ്മൾ അതിൽ കാണിച്ചിരിക്കും.